അനധികൃതമായി സൂക്ഷിച്ചിരുന്ന അറവ് മാലിന്യം പിടികൂടി. കൊല്ലം മരുത്തടി ചോഴത്തൽ ക്ഷേത്രത്തിനു പടിഞ്ഞാറ് വശം വാടകയ്ക്കെടുത്ത വീട്ടിലാണ് സംഭവം. വീപ്പകളിലും ബക്കറ്റിലും 22ഓളം ചാക്കുകളിലുമായി മറ്റും സൂക്ഷിച്ചിരുന്ന പോത്തിന്റെ ഉൾപ്പെടെ തൊലിയും കൊഴുപ്പും അവയവങ്ങളുമാണ് കൊല്ലം കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം വീട്ടിലുണ്ടായിരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ വീപ്പയുമായി പോകുന്നത് കണ്ട് സംശയം തോന്നിയ സമീപവാസികൾ ഡിവിഷൻ കൗൺസിലറെ വിവരം അറിയിച്ചു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ടോയ്ലറ്റിൽ ഉൾപ്പെടെ സൂക്ഷിച്ച നിലയിൽ അറവ് മാലിന്യം കണ്ടെത്തിയത്. ദുർഗന്ധം പുറത്തേക്ക് വരാതിരിക്കുവാൻ സുഗന്ധവസ്തുക്കൾ ചേർത്ത് പുകപ്പിച്ചിരുന്നു. ഇതിനാൽ ആർക്കും സംശയം തോന്നിയിരുന്നില്ല. താമസത്തിനാണെന്ന് പറഞ്ഞാണ് വീട് വാടകയ്ക്കെടുത്തിരുന്നത്. ബിസ്ക്കറ്റ്, കേക്ക് തുടങ്ങി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനാണ് ഇതിന്റെ കൊഴുപ്പ് ഉൾപ്പെടെ ഉപയോഗിക്കുന്നതെന്നാണ് തൊഴിലാളികൾ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. ഇന്നലെ രാത്രി നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് നമ്മളിവിടെ വന്ന് അന്വേഷിക്കുകയും തുടർന്ന് പോലീസിൽ അറിയിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നൊരു ബംഗാളിയെ അവർ ടെസ്റ്റിലേക്ക് കൊണ്ടുപോയി ചെയ്തിട്ടുണ്ട്. പിന്നീട് രാത്രി തന്നെ ഹെൽത്തിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. മനോജ് സാറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനോജ് സാറ് രാവിലെ ഇവിടെ വന്ന് സ്ഥലം പരിശോധിക്കുകയും വ്യാപകമായിട്ടുള്ള ഇറച്ചി മാലിന്യം ഇവിടെ വൻതോതിൽ ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. വളരെ ദുർഗന്ധം ഭവിക്കുന്ന ഒരു സ്ഥലമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കുറേ നാളായിട്ടുണ്ടായിട്ട് ഇപ്പോഴാണല്ലോ ഇത് പിടിക്കപ്പെട്ടത്. അതെന്താ പറ്റി? അത് ഈ ഹൗസ് ഇത് കുറച്ച് നാളുകൊണ്ട് ഈ സംഭവം ഈ ഒരു പരാതി ഉണ്ടായിരുന്നു. അപ്പം പരാതിയെ തുടർന്ന് ഞങ്ങൾ ഇവിടെ കുറച്ച് നാട്ടുകാർ സംഘടിക്കുകയും ഈ രാത്രി വാഹനത്തിൽ ഒരാൾ വരികയും ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ കയറി അന്വേഷിച്ചപ്പോൾ ഈ കക്കൂസിൽ തന്നെ ടോയ്ലറ്റിൽ തന്നെ ഈ പുഴുവഴിച്ച രീതിയിലാണ് ഈ മാലിന്യങ്ങൾ കണ്ടുവന്നിരുന്നത്. അപ്പോൾ അതിനെതിരെ നമ്മൾ പ്രതിഷേധിക്കുകയും പോലീസിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പിടികൂടിയ മാലിന്യത്തിന് പഴക്കമുണ്ടെന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് ഉൾപ്പെടെയാണ് കയറ്റി അയക്കുന്നതെന്നും വാടകയ്ക്കെടുത്ത ആളെ കണ്ടെത്തി പിഴ ഈടാക്കുമെന്നും കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഒരു രാത്രിയിൽ 12 കൗൺസിലർ വിളിക്കുകയും ഇവിടെ ഒരു വീട് കേന്ദ്രീകരിച്ച് പശുവിൻ്റെ മാലിന്യം, അതായത് തോലും ആന്തരികവായങ്ങളും ഉൾപ്പെടുന്ന മാലിന്യങ്ങൾ ശേഖരിച്ച് വെച്ചിട്ട് കടത്തിവിടുന്നതായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തരികയുണ്ടായി. അപ്പോൾ രാത്രി തന്നെ സ്റ്റേഷനിൽ വിളിക്കുകയും സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരുമായി ബന്ധപ്പെട്ട് അന്ന് ഇതെടുക്കാൻ വന്ന വാഹനം പിടിച്ചെടുക്കുകയും അതോടൊപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബംഗാളിയെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ അന്വേഷണം നടത്തിയതിൽ നിന്നും ഏകദേശം 22 ചാക്കോളം അറവ് വേസ്റ്റുകൾ ഒരു ചാക്കിൽ സൂക്ഷിച്ച നിലയിൽ ഈ കെട്ടിടത്തിൽ വെച്ചിരിക്കുന്നതായി ബോധ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ കുറേ അധികം ബാരലുകളിൽ ഈ വേസ്റ്റുകൾ ശേഖരിച്ചിരിക്കുന്നതായിട്ട് ബോധ്യപ്പെട്ടു. ഈ അറവ് മാലിന്യം ഇപ്പം നിലവിൽ ഇവർക്കെതിരെ മഹസർ തയ്യാറാക്കി നോട്ടീസ് കൊടുത്ത് ഫൈൻ ഈടാക്കാനും അതോടൊപ്പം തന്നെ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് കേസ് രജിസ്റ്റർ ചെയ്യാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത് ആരുടെ നേതൃത്വത്തിലാണ് ഈ നടക്കുന്നത്? കൃത്യമായിട്ട് ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. നിലവിൽ ഈ വാടകയ്ക്ക് ഇപ്പോൾ വീട് കൊടുത്തേക്കുന്നത് ആ വാടകക്കാരൻ്റെ അടിസ്ഥാനത്തിൽ അയാൾക്കെതിരെ നടപടിയെടുക്കാനാണ് തീരുമാനം. ഇത് എത്ര കാലം കൊണ്ട് നടക്കുന്നുണ്ട്? കൃത്യമായിട്ട് ഇന്നലെ രാത്രിയിലാണ് ഇൻഫർമേഷൻ കിട്ടുന്നത്. കൃത്യമായ കാലയളവ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത് മാംസം ഉൾപ്പെടെയുള്ളത് ഈ കക്കൂസി സൂക്ഷിച്ചിരിക്കുന്നതായിട്ട് മാംസം അവശിഷ്ടമല്ല. അത് പശുവിനെ കട്ട് ചെയ്തതിന് ശേഷം വരുന്ന വേസ്റ്റ്, ആ വേസ്റ്റാണ് ഇവർ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് ഇവരെ കിട്ടിയാൽ മാത്രമേ ഇത് ആർക്കാണ് കൊടുക്കുന്നതെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. PHIമാരായ മനോജ്, വിനോദ്, പ്രവീൺ, കോർപ്പറേഷൻ ശുചീകരണ തൊഴിലാളികൾ എന്നിവരുടെ നേതൃത്വത്തിൽ പിടികൂടിയ മാലിന്യം മറവ് ചെയ്തു.